എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഈ കർക്കിടക മാസത്തിൽ രാമായണത്തെ വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രഭാഷണം ചെയ്തുകൊണ്ട് കുറേ വീഡിയോ ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇടുകയുണ്ടായിട്ടുണ്ട്. പലരും അതിന് വ്യക്തമായൊരു മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾക്കട്ടെ, എന്നതിന് ശേഷം ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് പേര് ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോയിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രാമന്റെ മാംസഭക്ഷണമാണ് പ്രശ്നം. രാമൻ മാംസം ഭക്ഷിച്ചിരുന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറെ മല്ല് കെട്ടുന്നുണ്ട്, അയാൾ പണിപ്പെടുന്നുണ്ട്. ഇതൊരു ബ്രാഹ്മണിക്കൽ സ്വഭാവം രാമനിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇയാൾക്കൊരു ബ്രാഹ്മണ വിരോധം പണ്ട് മുതലേ ഉണ്ട്. ഏത് വീഡിയോ നോക്കിയാലും ബ്രാഹ്മണൻ എന്നൊരു പദം ഒരു പ്രാവശ്യമെങ്കിലും പറയാതിരിക്കില്ല. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഈ അയോധ്യാകാന്ഡം സർഗം 109 രാമൻ ജാബാലിയോട് പറയുന്നൊരു കാര്യമുണ്ട്. വനവാസം വസന്നേവ സുചിർ നിയത ഭോജന മൂലപുഷ്പഫലൈ പുണ്യേ പിതൃൻ ദേവാംശ തർപ്പയൻ. അതുകൊണ്ട് ശുദ്ധി പൂണ്ട് മൂലഫല പുഷ്ടാദികളായ പുണ്യവസ്തുക്കൾ നിയതമായി ആഹരിച്ച് പിതൃക്കളെയും ദേവന്മാരെയും തർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ വനത്തിൽ വസിക്കും. അപ്പൊ രാമൻ ഭക്ഷണം കഴിക്കുന്നതും പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതും എങ്ങനെയാണെന്നതിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞ? ശുദ്ധി പൂണ്ട് മൂലപുഷ്ടാദികളായുള്ള പുണ്യവസ്തുക്കൾ നിയതമായി ആഹരിച്ച് പിതൃക്കളെയും ദേവന്മാരെയും തർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ വനത്തിൽ വസിക്കും. ഇതയാൾ പറയില്ല. അയാളുടെ ഉദ്ദേശം നടത്തില്ലല്ലോ. ഇനി അപ്പൊ ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ രാമൻ മാംസം ഭക്ഷിച്ചിട്ടില്ല. അദ്ദേഹം കഴിച്ചത് ഈ കാര്യങ്ങളൊക്കെയാണ്, മൂലഫല പുഷ്ടാദികളായ പുണ്യവസ്തുക്കൾ. പിന്നെ തർപ്പണം ചെയ്തും അങ്ങനെ തന്നെയാണ്. ഇനി സർഗം 52 ശ്ലോകം 89 ഇതാണ് ഒരു പരാതി. സുരാഖട സഹസ്രേണ മാംസഭൂത ഉദനേനച യക്ഷേത്വാം പ്രിയതാം ദേവീപുരീം പുനരുപാഗത. അതിന്റെ വാക്യാർത്ഥം, ദേവിക്ക് പ്രിയം ചെയ്യുന്നതിലുള്ള ആഗ്രഹത്തോടെ 1000 മദ്യകുംഭങ്ങൾ കൊണ്ടും മാംസാന്നത്താലും പുരത്തിൽ തിരിച്ചെത്തിയ ഞാൻ ഭവതിയെ പൂജിക്കുന്നതാണ്. ഇതാണ് അതിന്റെ വാക്യാർത്ഥം. ഇനി പണ്ഡിതന്മാർ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നല്ല, ഇതും പണ്ഡിതന്മാർ പറയുന്ന അതിന്റെ വ്യാഖ്യാനം. സുരേഷു ദേവേഷു ന ഘടന്തേ ന സന്ധിത്യർത്ഥഃ തേഷാം സഹസ്രേഷു തേന. അതായത് ദേവന്മാർക്ക് പോലും സംഘടിപ്പിക്കാനാവാത്ത കിട്ടാത്ത 1000 വിശിഷ്ട വസ്തുക്കൾ എന്നർത്ഥം. പിന്നെ പറയുന്നത് മാംസഭൂത ഉദനേന മാ നാസ്തി അംസോ രാജഭോഗോ യസ്യാം സ ഏവ ഭൂഹു പൃഥ്വീ ച ഇദം വസ്ത്രം ച ഓദനം ച ഏതേഷം സമാഹാര തേന അസ. കരമൊഴിവായ ഭൂമിയും വസ്തുവും അന്നവും എന്നർത്ഥം. അപ്പൊ എന്തൊക്കെയാണ് പിന്നെ സീത പറഞ്ഞിട്ടുള്ളത് ഗംഗാദേവിക്ക് കൊടുക്കാമെന്നുള്ളത്? ദേവന്മാർക്ക് പോലും സംഘടിപ്പിക്കാനാവാത്ത കിട്ടാത്ത 1000 വിശിഷ്ട വസ്തുക്കളും കരമൊഴിവാക്കിയ ഭൂമിയും വസ്തുവും അന്നവും. ഇതാണ് സീത പറഞ്ഞത്. ഇതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. കാരണം ഓരോ പദത്തിനും വിവിധ അർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതാണ് എടുക്കേണ്ടത്. ഇനി അങ്ങേര് പറയുന്നത് അയോധ്യാകാന്ഡം 91 സർഗം, അതായത് ഭരദ്വാജ മഹർഷി ഭരതഗതികളെ സ്വീകരിക്കുന്ന ഭാഗം. അതില് 91 സർഗത്തിൽ 21 ശ്ലോകം. വിചിത്രാണി ച മാല്യാണി പാദവ പ്രച്യുതാനി ച സുരാദേനി ച പേയാനി മാംസാനി വിവിധാനി ച. അതുപോലെ മരങ്ങളിൽ നിന്ന് വീഴുന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം, പുഷ്പമാല്യങ്ങളെയും സുരാദികളായ വിവിധ പാനീയങ്ങളെയും മാംസങ്ങളെയും ഉണ്ടാക്കി തരട്ടെ. എവിടുന്ന് വരുന്ന? മരങ്ങളിൽ നിന്ന് വീഴുന്ന പുഷ്പമാല്യങ്ങള്, സുരാദികളായ പാനീയങ്ങള്, മാംസങ്ങള്. അപ്പൊ ഇവിടെ സുരാദികളാ വിവിധ പാനീയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വൃക്ഷങ്ങളിലുള്ള പൂക്കളിൽ നിന്നുള്ള തേന്, പിന്നെ മാംസം എന്ന് പറഞ്ഞാൽ അതിന്റെ കായ, അതിന്റെ പഴം. ഇതാണ് പറയുന്നത്. പിന്നെ വേറൊന്ന് പറയുന്നത് 91 സർഗത്തിൽ തന്നെ 52 ശ്ലോകം പറയുന്നത്. സുരാം സുരാപ പിബത പായസം
ച ബുഭുക്ഷിതാഃ മാംസാനി ച സുമേധ്യാനി ഭക്ഷ്യന്താം യോ യദിച്ഛതി. അവർ പറഞ്ഞു, സുരപാനത്തിൽ തൽപരർ സുരപാനം ചെയ്താലും വിശപ്പുള്ളവർ പായസം ഭുജിച്ചാലും നന്നായി പചിച്ച മാംസവും വേണ്ടുവോളം ഭുജിച്ചാലും. ഇത് പറഞ്ഞു, ഇത് ആരാ പറയുന്നത്? അത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആരാ പറയുന്നത് എന്ന്. ആരാ പറയുന്നത്? തതഹ സരളതാലാശ തിലക സതമാലകാഹ പ്രഹൃഷ്ടസ്തത്ര സംവേദു കുബ്ജ ഭൂത്വാധവാമനാഹ. ചരളം, പനമരം, മയിലെള്ള്, ഉങ്ങുകൾ എന്നിവ കൂനരും വാമനന്മാരുമായി സന്തോഷത്തോടെ രൂപം മാറി സേവനത്തിന് നിന്നു. അപ്പൊ ഈ വൃക്ഷങ്ങളൊക്കെ രൂപം മാറിയിട്ട് മനുഷ്യവേഷം ധരിച്ച് കുറെ കൂനന്മാരാണ്, കുറെ കുള്ളന്മാരാണ്, വാമനന്മാരാണ്. പിന്നെയോ ശിംസഭാമലകി ജംബൂരാശാന്യ കാനനേലതാഹ മാലതി മല്ലിക ജാതിര്യാശാന്യാഹ കാനനേലത പ്രമദാ വിഗ്രഹം കൃത്വാ ഭരദ്വാജാശ്രമേ അവസൻ. അശോകം, നെല്ലി, ഞാവൽ മുതലായ മരങ്ങളും കാട്ടിലെ മല്ലിക, മാലതി, ജാതി മുതലായവയും മറ്റു ലതകളും സ്ത്രീകളുടെ രൂപം കൈക്കൊണ്ട് ഭരദ്വാജാശ്രമത്തിൽ കാണായി. അവർ പറഞ്ഞു, അവരാണ് പറഞ്ഞത് എന്ത്? സുരപാനത്തിൽ തൽപരർ സുരപാനം ചെയ്താലും. ആ സുരം ഏതാണ്? ഈ വൃക്ഷങ്ങളുടെ സ്ത്രീകളുടെ രൂപം പ്രാപിച്ചു എന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയാണ്? അശോകം, നെല്ലി, ഞാവൽ മുതലായ മരങ്ങളും കാട്ടിലെ മല്ലിക, മാലതി, ജാതി മുതലായവയും അവയിൽ നിന്നുള്ള പിന്നെ ലതകളും. അപ്പൊ സോമലത കയ്യിൽ പെടും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന നീര്, പുഷ്പങ്ങളിലെ മധു, പിന്നെ പായസം, മാധുര്യമുള്ള അന്നം. അപ്പം അതിൽ നിന്നുണ്ടാക്കാമല്ലോ പായസം. പല ഫലങ്ങൾ കൊണ്ടും പായസം ഉണ്ടാക്കാറുണ്ടല്ലോ. മാമ്പഴം കൊണ്ട്, മാങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് അല്ലേ? ചക്ക കൊണ്ടുണ്ടാക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിലത്തെ നല്ല ഫലങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാം അത്. പിന്നെ പചിച്ച മാംസവും, പചിച്ച എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത് പഴുത്ത മാംസവും. ഈ മാംസം ഏത് മാംസമാണ്? പറയുന്നാരാ? അശോകം, നെല്ലി, ഞാവൽ മുതലായ മരങ്ങളും കാട്ടിലെ മല്ലിക, മാലതി, ജാതി മുതലായവയും മറ്റു ലതകളും സ്ത്രീകളുടെ രൂപം കൈക്കൊണ്ട് ഭരദ്വാജാശ്രമത്തിൽ കാണായി. അവർ പറഞ്ഞു. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന മാംസം എന്താ? പഴങ്ങൾ, പചിച്ച മാംസം, പഴങ്ങൾ. ഇതാണ് അർത്ഥം. അപ്പൊ ആ രണ്ട് ശ്ലോകങ്ങൾ അവർ പറഞ്ഞിട്ടില്ല. 52ാമത്തെ ശ്ലോകം മാത്രം പറഞ്ഞു, 50ഉം 51ഉം പറഞ്ഞില്ല. ഇങ്ങനെ ഈ രൂപം പ്രാപിച്ച് വന്നവരാരൊക്കെയാണ്? ചരളം, പനമരം, മയിലെള്ള്, ഉങ്ങ് എന്നിവ കൂനന്മാരും വാമനന്മാരുമായി സന്തോഷത്തോടെ രൂപം മാറി സേവനത്തിന് നിന്നു. പിന്നെയോ അശോകം, നെല്ലി, ഞാവൽ മുതലായ മരങ്ങൾ, കാട്ടിലെ മല്ലിക, മാലതി, ജാതി മുതലായവയും മറ്റു ലതകളും സ്ത്രീകളുടെ രൂപം കൈക്കൊണ്ട് ഭരദ്വാജാശ്രമത്തിൽ കാണായി. അവർ പറഞ്ഞു എന്ത്? പാനം ചെയ്തുകൊള്ളുക, കൊടുത്തല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞെന്താ? സുരപാനത്തിൽ തൽപരർ സുരപാനം ചെയ്താലും ചെയ്തുകൊള്ളൂ, ഞങ്ങളിതാ നിൽക്കുന്നു, ഞങ്ങളിൽ നിന്ന് എടുത്തോളൂ എന്നാണ് പറയുന്ന സ്ത്രീകൾ. അത് പുഷ്പങ്ങളുടെ മധു, പിന്നെ സോമലതയെ കൊണ്ടല്ലോ അത്. പിന്നെ പായസം എന്നാൽ അതിൽ നിന്നുണ്ടാക്കുക പായസം, പഴങ്ങൾ കൊണ്ടുള്ള പായസങ്ങൾ. പിന്നെ പചിച്ച മാംസം, നല്ല പഴുത്ത ഫലങ്ങളുണ്ട്, എടുത്തോളുക. എന്ത് വേണമെങ്കിൽ എടുത്തോളും പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അത് ഇവിടെ ഇറച്ചിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മളൊരു കാര്യം നോക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മം ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇവിടെ രാമൻ മാംസം ഭക്ഷിച്ചതായിട്ട് തോന്നുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാബാല മഹർഷിയോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ജാബാല മഹർഷിയോട് എന്താ പറഞ്ഞത്?
അതുകൊണ്ട് ശുദ്ധി പൂണ്ട് മൂലഫല പുഷ്പാദികളായ പുണ്യവസ്തുക്കൾ നിയതമായി ആഹരിച്ച് പിതൃക്കളെയും ദേവന്മാരെയും തർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ മനത്തിൽ വസിക്കും. അപ്പൊ രാമൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന്, എങ്ങനെയാണ് തർപ്പണം ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. തർക്കമൊന്നുമില്ലല്ലോ. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്ദി, നമസ്കാരം.